ഇനിയും പോണോ 2 കിലോമീറ്റർ? ചായ കുടിക്കാൻ പോലും ഒരു ഹോട്ടലില്ല ഇവിടെ. ചായ കുടിക്കാൻ എന്തിനാണ് പോയി ഹോട്ടല്? ബുദ്ധി പോരെ? നിങ്ങൾ ആ ബുദ്ധി കൊണ്ട് ഒരു ചായ വാങ്ങിക്കും. ഈ വീട്ടിൽ നിന്ന് ചായ വേണോ? ഒരു ചായ വേണം. സി നാരായണൻ അപൂർവ. ഇത് ഇവിടെ നാരായണന്റെ വീടല്ലേ? ആ, നാരായണൻ ഇവിടെ ഉണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല. അപ്പൊ എറണാകുളത്താ പോസ്റ്റ് ചെയ്തേക്കും. ആ ശരി. അപ്പൊ ഇവിടെ ആരാ താമസിക്കുന്നത്? അനിയത്തി എടുത്തിയൊക്കെ ഉണ്ട്. ശരി, താങ്ക് യു. ഹലോ, നാരായണന്റെ ഭാര്യല്ലേ? ഉണ്ടല്ലോ, ഒന്ന് വിളിക്കാം. ആരാ? പപ്പ ചേച്ചി അല്ലേ? അതെ. ആരാ മനസ്സിലായില്ലല്ലോ. നാരായണൻ എപ്പോഴും എറണാകുളം ബ്രാഞ്ചിൽ തന്നെയല്ലേ? ആണ്, എറണാകുളത്താണ്. ആരാന്ന് മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. കുടുംബക്കാരായിട്ട് വരൂ. അതെയാ, എന്നാ കേറി വരും. നാരായണേട്ടന്റെ തറവാട് എവിടെയാ? തറവാട് പാലക്കാട്. പാലക്കാട്. എത്ര സഹോദരി സഹോദരന്മാരുണ്ട്? 5 അനിയത്തിമാരാണ് ഉള്ളത്. അതെ അതെ അതെ. അല്ല, മൂത്താള് പാലക്കാട് തന്നെയാണ് താമസിക്കുന്നത്. അവരൊക്കെ ആയിട്ട് കാണാറുണ്ട്. രണ്ടാമത്താളോ? രണ്ടാമത്തെ ആള് കണ്ണൂരാണ്. ഇത് എന്റെ ചേച്ചിയാണ്. നമസ്കാരം ചേച്ചി. അവരെ കുടുംബമൊക്കെ ആയിട്ട് നന്നായി പോകുന്നു. മൂന്നാമത്തെ ആളോ? കൊറേ കാലായി കണ്ടിട്ട്, വളരെ കാലായി കണ്ടിട്ട്. നല്ല ബന്ധത്തിലല്ല, ചെറിയൊരു തെറ്റിലാണ് അല്ലേ? അപ്പൊ മൂന്നാമത്തെ ആളുമായിട്ട് ഒരു ബന്ധവും ഇല്ല, അതല്ലേ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? അതെ. ഞാനേ ഈ മൂന്നാമത്തെ ആളുടെ രണ്ടാമത്തെ മകളുടെ ഭർത്താവാണ്. അതെയോ? അപ്പോ ഈ കല്യാണത്തിന്റെ സമയത്തൊന്നും നിങ്ങളെ കണ്ടില്ല. അപ്പം ഞാൻ ഈ പ്രശ്നങ്ങളൊന്നും ഇങ്ങനെ കാലാകാലം നിൽക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് മഞ്ഞുരുകട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തെരഞ്ഞു പിടിച്ച് വന്നതാണ് ഇപ്പൊ. ചായ കുടിച്ചിട്ട് പോയാ മതി. ബുദ്ധി കൊണ്ട് പടി കിട്ടും ഇവിടെ. എനിക്കതാ പേടി. എന്റെ കയ്യും കാലും വിറച്ചിട്ട് വയ്യ. നോക്കിക്കോ, നമ്മളെ ചോറും തരും ശരിക്കും. അയ്യോ, ഇതൊന്നും വേണ്ടിയിരുന്നില്ല. എങ്ങനെയുണ്ട്? ഊണ് കഴിച്ചിട്ടൊക്കെ പോയാ മതി. ഊണ് വേണോ? ഒന്നും വേണ്ടട്ടോ, ചായ കിട്ടി എന്നെ വലിയ കിട്ടല്. നല്ല തടി എടുക്കുക. കാണേ കൊടി കയ്യും മേശി. നിങ്ങളെ സമ്മതിച്ചിട്ട് നിങ്ങളെ ബുദ്ധി ആഭാരാണ്. അല്ല, എന്റെ ചെരുപ്പ് എടുപ്പ്. അല്ല, ഹലോ എടുത്തിയ, എന്റെ ചെരുപ്പ് ഇവിടെ കാണില്ല. നായ്ക്കൾ അങ്ങനെ കടിച്ചോണ്ടോ? അയ്യോ, എന്റെ 2 ചെരുപ്പ് കൊണ്ടുപോയി. ചില നായ്ക്കൾ അങ്ങനെ അതിബുദ്ധി ഉള്ളവരെ 2 ചെരുപ്പും കടിച്ചോണ്ടുപോകും. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ആ ചെരുപ്പിട്ടിട്ട് കൊണ്ടുപോയിക്കൂടെ? നാരായണന്റെ അവിടെ ഇരുന്ന ചെരുപ്പാ. ചെരുപ്പ് പോയാലെന്തോ മേശി. നിങ്ങളെ ബുദ്ധി കൊണ്ട് ചായ കിട്ടിയില്ലേ? 2 ചായ, ഒരു മുറുക്കും, ഒരു ബിസ്ക്കറ്റ്, ഒരു 35. അതിന് പകരം ഒരു 350 രൂപയുടെ ചെരുപ്പ്. അതിബുദ്ധിക്ക് ഇത് മതി. നല്ല ചായ. ഞാൻ 3 ബിസ്ക്കറ്റ് കഴിച്ചു. ഇനി നമുക്ക് ആ വീട്ടിൽ കയറിയാലോ? നിങ്ങളെ ദേ ബുദ്ധി കഴിച്ച് 3 കഴിച്ചാലോ? ചെരുപ്പാ പോയത്.